ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ നിശിതപുരീശ്വര ഗോവിന്ദ നരഹരിരൂപ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ. സന്ധി സംഭാഷണമൊക്കെ തെറ്റിപ്പിരിഞ്ഞു. ഭഗവാൻ തേരിൽ കയറിയിരുന്നു. കൗരവ പ്രമുഖന്മാർ വന്ന് ഭഗവാനോട് വേണ്ടതൊക്കെ പറഞ്ഞു. ഭഗവാൻ ശരി, എല്ലാം നടക്കണത് പോലെ നടക്കട്ടെ, കാലം ആർക്കും മാറ്റി എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് നേരെ പോയത് കുന്തി ദേവിയുടെ അടുത്തേക്കാണ്. അവിടെ എത്തി കുന്തി ദേവിയെ കണ്ട് ദേവിയുടെ പാദങ്ങളൊക്കെ വന്നിച്ചതിന് ശേഷം കൗരവ സഭയിൽ നടന്ന സംഭവങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ഇനി ഞാൻ അവിടെ നടന്ന സംഗതികളൊക്കെ അവിടെ പോയി യുധിഷ്ഠിരനെ കേൾപ്പിക്കാം. യുധിഷ്ഠിരൻ എന്താ വേണ്ടത് വെച്ചാൽ അവർ തീരുമാനം എടുക്കട്ടെ എന്നും പറഞ്ഞു. സന്ധ്യയ്ക്കുള്ള വഴി അടഞ്ഞിരിക്കുന്നു. ഇനി സമരം തന്നെയാണ് മാർഗം. അമ്മ എന്തു പറയുന്നു? ഞാൻ യുധിഷ്ഠിരനോട് എന്താ പറയണ്ടേ? അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുമല്ലോ, അമ്മയെ കണ്ടില്ലേ, അമ്മ എന്തു പറഞ്ഞു എന്ന്. അപ്പം ഞാൻ യുധിഷ്ഠിരനോട് എന്താ പറയണ്ടേ? എൻ്റെ കൃഷ്ണ, അങ്ങ് പറയുന്നത് വിട്ടിട്ട് എനിക്ക് എന്താ പറയാനുള്ളത്? ക്ഷത്രിയൻ ശ്രോതീയനോ ബ്രഹ്മനിഷ്ഠനോ അല്ല. അങ്ങനെ ആകാനും പാടില്ല. പ്രജാപരിപാലനമാണ് അവൻ്റെ കർമ്മം. അത് ചെയ്യാതെ ക്ഷത്രിയൻ മറ്റെന്തു ചെയ്താലും അവൻ ധാർമ്മികൻ ആവണില്ല. കയ്യൂക്കും പൗരുഷവും തന്നെയാണ് ക്ഷത്രിയന് ഭൂഷണം. ക്ഷത്രിയൻ്റെ ധർമ്മം ക്ഷയിക്കുന്നതോടുകൂടി മറ്റ് ധർമ്മങ്ങളും ക്ഷയിക്കാൻ തുടങ്ങും. ധർമ്മം ദുഷിക്കുമ്പോൾ പ്രജകൾക്ക് ആപത്തുണ്ടാവാൻ തുടങ്ങും. കാലം രാജാവിനെ അല്ല, രാജാവ് കാലത്തിനെയാണ് സൃഷ്ടിക്കേണ്ടത്. ഇന്ന ആൾ ഭരിച്ച കാലം, ഇന്ന മഹാരാജാവ് ഭരിച്ചിരുന്ന കാലം, അങ്ങനെയാണ് പറയേണ്ടത്. അതുകൊണ്ട് ആ കാലത്ത് ഇങ്ങനൊരു രാജാവ് ഭരിച്ചിരുന്നു എന്ന് പറയുന്നേക്കാളും ഇങ്ങനൊരു രാജാവ് ഭരിച്ചിരുന്ന കാലം എന്ന് പറയുന്നതാണ് ഉത്തമം. അതാണ് ക്ഷത്രിയൻ്റെ ധർമ്മം. ഈ വിഷയത്തിൽ ഞാനൊരു ഇതിഹാസം പറയാം. പണ്ട് വിതുല എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷത്രിയ സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു പുത്രനേ ഉണ്ടായിരുന്നുള്ളൂ. യൗവനാരംഭത്തിൽ തന്നെ അവന് രാജാവ് പട്ടാഭിഷേകവും ചെയ്തു. അധികം താമസിയാതെ രാജാവ് മരിക്കുകയും ചെയ്തു. അതിനുശേഷം വിധവയായ അമ്മയാണ് ധർമ്മനിഷ്ഠയോടുകൂടി മകനെ രാജ്യം ഭരിക്കാൻ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് സഹായിച്ചുകൊണ്ടിരുന്നത്. രാജ്യത്തെ പ്രബലനായ രാജാവ് മരിച്ചിരിക്കണു. പുത്രനാണ് ഇപ്പോൾ രാജാവ്. അവൻ ദുർബലനാണ് എന്ന് എല്ലാവർക്കും അറിയാൻ തുടങ്ങി. ഇത് തന്നെ തക്കെന്ന് കണക്കാക്കി സിന്ധു രാജാവ് ആ രാജ്യം കൂടി പിടിച്ചടക്കാൻ വേണ്ടി പുറപ്പെട്ടു. രാജാവിൻ്റെ സൈന്യം കോട്ട വളഞ്ഞു. രാജാവിൻ്റെ സ്ഥിതി എങ്ങനെ ഇരിക്കണു അതുപോലെ ഇരിക്കും മന്ത്രിമാരുടെയും സർവ്വസൈന്യാധിപന്മാരുടെയും ഉപദേശകന്മാരുടെയും ഒക്കെ മനോഭാവം. ഇവിടെ രാജാവ് ദുർബലനാണ്. അതുകൊണ്ട് അവരെല്ലാവരും ദുർബലന്മാരായി തീർന്നു. രാജ്യം ഭരിക്കുന്നവൻ ശക്തിമാനായിരിക്കണം. അതുകൊണ്ട് എന്തുണ്ടായി? വളരെ പെട്ടെന്ന് സിന്ധു രാജാവ് ആ രാജ്യം പിടിച്ചടക്കി. പ്രാണഭയം കൊണ്ട് രാജാവും അദ്ദേഹത്തിൻ്റെ അമ്മയും അവിടുന്ന് ഓടിപ്പോയി കാട്ടിലേക്ക്. എല്ലാം നശിച്ചു. രാജാവ് നിരാശനായി ഇതികർത്തവ്യാമൂഢനായിട്ട് അങ്ങനെ നിലത്ത് മലന്ന് കിടക്കുക കാട്ടിലെ. തൻ്റെ പുത്രൻ്റെ ഈ ശോചനീയാവസ്ഥ കണ്ടിട്ട് അമ്മയ്ക്ക് ദുഃഖം മാത്രമല്ല ലജ്ജയുമുണ്ടായി. ആ ക്ഷത്രിയ സ്ത്രീ മകനോട് പറയാണ്, മകനെ, നീ ഈ രാജ്യത്തിന് മാത്രമല്ല ഈ ക്ഷത്രിയ വംശത്തിന് തന്നെ ഒരപമാനമായി തീർന്നിരിക്കുന്നു. പൗരുഷം ഇല്ലാത്ത ക്ഷത്രിയൻ തീയില്ലാതെ പുകയുന്ന മാതിരിയാണ്. ഈ പുക കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല. എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. കണ്ണൊക്കെ നീറി കണ്ണും തുടച്ച ആളുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറുകയല്ലാണ്ട് ആ പുകയുണ്ട് ആർക്കും ഉപകാരമില്ല. എന്നാൽ അത് തീയായിട്ട് ജ്വലിക്കുമ്പോഴോ എന്തെല്ലാം നടക്കും. ആഹാരം പാകം ചെയ്യുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും തീ വേണം, പുക ആവശ്യമില്ല. നീ പുകയായി മാറിയിരിക്കണു. നീ ഒരു തീയായി ജ്വലിക്കണം. അതാണ് ക്ഷത്രിയൻ. ഭീരുവായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത്
പൗരുഷത്തോടുകൂടി പടവെട്ടി മരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത്രയൊക്കെ അമ്മയുടെ വായെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ആ രാജാവ് ആലോചിച്ചു. അദ്ദേഹത്തിൽ ആ പൗരുഷം വീണ്ടും ഉണർന്നു. വീണ്ടും സിന്ധു രാജാവുമായിട്ട് യുദ്ധം ചെയ്ത് അവരെല്ലാം അവിടുന്ന് തുരത്തി തൻ്റെ രാജ്യം വീണ്ടെടുത്തു. അതോടുകൂടി തൻ്റെ മന്ത്രിമാരും ഉപദേശകരും സൈന്യാധിപന്മാരും എല്ലാം ധീരന്മാരായി തീർന്നു. രാജാവ് എന്ന് പറഞ്ഞ നയിക്കേണ്ട ആള് ധീരനായി തീരുമ്പോൾ കൂടെയുള്ളവരും ധീരത പ്രകടിപ്പിക്കാൻ തുടങ്ങും. നയിക്കേണ്ട ആള് ഭീരുവാകുമ്പോൾ കൂടെയുള്ളവരും ഭീരുക്കളായി മാറും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കൃഷ്ണ, ക്ഷത്രിയന് ധീരതയും പൗരുഷവും അല്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇത്രയും അങ്ങ് യുധിഷ്ഠിരനോട് പറഞ്ഞാൽ മതി. അർജുനനോടൊന്ന് പറയണം. അവൻ ജനിച്ചു വീഴുമ്പോൾ ആകാശത്തുനിന്ന് ഒരു അശ്രീരി കേൾക്കുണ്ടായി. നിന്റെ പുത്രൻ ഇന്ദ്രനേക്കാൾ വീരശൂര പരാക്രമിയായിത്തീരും എന്നാണ് അതിൽ പറഞ്ഞത്. അത് അർജുനനോട് അന്വർത്ഥമാക്കാൻ പറയണം. ഭീമനോടൊന്നും പറയാനില്ല. വേണ്ട സമയത്ത് വേണ്ടതുപോലെ ധീരത പ്രകടിപ്പിക്കാനും ധർമ്മനിഷ്ഠയിൽ ഉറച്ചു നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ളവനാണ് അവൻ. അതവൻ വേണ്ടതുപോലെ ചെയ്തോളും. നകുല സഹദേവന്മാരോട് പറയൂ, ക്ഷാത്രധർമ്മത്തെ പാലിച്ച് ജീവിക്കാൻ പറയൂ. പാഞ്ചാലിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. എന്താ കഷ്ടമല്ലേ, എന്തെല്ലാമോ അനുഭവിക്കേണ്ടി വന്നു. സഭയിൽ തലമുടി പിടിച്ച് വലിച്ചു കെട്ടിക്കൊണ്ടുവരിക, അവിടെ വെച്ച് വസ്ത്രാക്ഷേപം നടത്തുക, ഈ മഹാജനങ്ങളൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുക. കഷ്ടം തന്നെ. അത് കഴിഞ്ഞ് കാട്ടിൽ അവൾ അനുഭവിച്ച കഷ്ടതകളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടമുണ്ട്. അവളോട് പറയൂ, എല്ലാം ശുഭമായി ഭവിക്കും. ആദ്യത്തെ കഷ്ടപ്പാടുകളൊന്നും മനസ്സിൽ വെക്കണ്ട. എല്ലാം ഐശ്വര്യം അവളിൽ വന്നു ചേരുന്നു പറയണം. അതെല്ലാം കേട്ട് ഭഗവാൻ കുന്തി ദേവിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് അവിടുന്ന് പുറപ്പെട്ടു. കുന്തി ദേവിയുടെ വീടിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഈ കൗരവ പ്രമാണിമാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ കർണനും ഉണ്ട്. കർണൻ ഈ ഉപജാപ സംഘത്തിനോട് അന്ന് എതിർത്തതാണ്. എന്താ, ഒരാളെ ചതിയിൽ കൂടി പിടിച്ചു കെട്ടുക, അതും ഭഗവാനെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അന്ന് എതിർത്തതാ. പക്ഷെ അവരാരും കേട്ടില്ലല്ലോ. ഇപ്പോൾ ഈ കൗരവ പ്രമാണിമാർ വന്ന് നിൽക്കുമ്പോൾ കർണൻ കൂടെയുണ്ട്. ഭഗവാൻ നല്ല വാക്കൊക്കെ പറഞ്ഞ് കൗരവ പ്രമാണിമാരെ പറഞ്ഞയച്ചു. നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്തു. കർണനോട് പറഞ്ഞു, വരൂ, എൻ്റെ കൂടെ വരൂ, എനിക്കിത്തിരി സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് കർണനെ സത്യകയും തൻ്റെ തേരിൽ കയറ്റി പട്ടണാതിർത്തി വരെ കൊണ്ടുപോയി. അവിടെ വച്ച് കർണൻ ഇറങ്ങിപ്പോരുകയും ചെയ്തു. പിന്നീട് വഴിയിൽ അധികം ഇറങ്ങി താമസിക്കുകയൊന്നും ചെയ്യാണ്ട് പിറ്റേ ദിവസം തന്നെ പാണ്ഡവർ താമസിക്കുന്ന ഉപപ്ലവ്യം എന്ന സ്ഥലത്തെത്തി. അങ്ങനെ ഭഗവാന്റെ ദൂത് അവസാനിച്ചു. മഹാഭാരത യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ആവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.